നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നത്. കുറച്ച് കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരുന്നു, അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും പുതിയതൊന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ നിങ്ങൾ തന്ന അന്വേഷണങ്ങൾക്കും സപ്പോർട്ടിനും എല്ലാത്തിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനിയും അത് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഒത്തിരി കമൻസുകൾ ഉണ്ടായിരുന്നു. വളരെ കുറച്ച് കമൻറ്റുകൾക്ക് മാത്രമേ എനിക്ക് മറുപടിയൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് തന്ന ഒരുവിധം നല്ല റീച്ചായ ഒരു വീഡിയോ ഉണ്ട്. ഗ്ലൈക്കോ-6ന്റെ ഒരു വീഡിയോ ആണ്. അതിന് ഒത്തിരി കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനുള്ള മറുപടിയാണ് ഈ വീഡിയോ. ആദ്യം തൊട്ടേ കണ്ടു നോക്കിയാൽ അറിയാം അതെങ്ങനെ ഉപയോഗിക്കണം, അതെന്തിനു വേണ്ടിയിട്ടാണ്, ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത്, ഫുൾ ഡീറ്റെയിൽസ് ഉള്ള വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഗ്ലൈക്കോ-6 എന്ന് പറയുമ്പോൾ മെയിനായിട്ട് അത് ഉപയോഗിക്കുന്നത് ഹൈപ്പർ പിഗ്മെന്റേഷനും ആക്നെ അതുപോലെ എക്സിമ ഡിസീസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ക്രീമാണ് ഗ്ലൈക്കോ-6 എന്ന് പറയുന്നത്. ഒരുപാട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. മെയിനായിട്ട് ഉണ്ടായിരുന്ന കമന്റ് എന്ന് പറയുന്നത് ഇത് നമുക്ക് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് അതുപോലെ ലിപ്പിൽ ചുണ്ടിലുള്ള കറുപ്പിനൊക്കെ യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ട് ചിലർ കമന്റ് ഇട്ടിരുന്നു. ഒരിക്കലും അത് ഉപയോഗിക്കരുത്. മെയിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് കൈമുട്ടില്, കാൽമുട്ടില്, കഴുത്തിന് ചുറ്റും ഒക്കെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. നമുക്കൊരിക്കലും സെൻസിറ്റീവ് ഏരിയാസിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല. അതിന് നമുക്ക് വേറെ ക്രീമുകളൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ ഞാൻ ഉപയോഗിച്ച് നോക്കി, അതൊക്കെ ഞാൻ വീഡിയോ ഇടാം കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ വരുന്നുണ്ട്. പിന്നെ വന്നത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കുട്ടികളുടെ സ്കിൻ എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കഴിവതും ഇത് ഉപയോഗിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിന്റെ പ്രിക്കോഷൻസ് അത് ശ്രദ്ധിച്ച് അതിന്റെ ആ ഒരു ഡയറക്ഷൻ മനസ്സിലാക്കി വേണം നമ്മളത് ഉപയോഗിക്കാൻ. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുഖത്തുള്ള വെളുത്ത പാടുകൾക്ക് ഇത് ഉപയോഗിക്കാമോ എന്ന്. പക്ഷേ എനിക്കത് ഉപയോഗിക്കുന്നതായിട്ട് അറിയില്ല കേട്ടോ. പിന്നെ വരുന്നത് ഇത് ടാൻ പോവാൻ ഉപയോഗിക്കുമെന്നാണ്. ഇത് മെയിനായിട്ട് നമ്മളെ ടോപ്പ് ലെയർ എക്സ്ഫോളിയേറ്റ് ചെയ്ത് കളയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലുള്ള എല്ലാ ഇഷ്യൂസ്, അതായത് പിമ്പിൾസിൻ്റെ മാർക്കുകൾ, ടാൻ, ഹൈപ്പർ പിഗ്മെന്റേഷൻ, കുറച്ചും കൂടെ റഫ് ആയിട്ടിരിക്കുന്ന തിക്കായിട്ടിരിക്കുന്ന സ്കിന്നൊക്കെ റിമൂവ് ചെയ്യുമ്പോൾ ഒരു സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാനും അതിൻ്റെ റിങ്കിൾസ് റിമൂവ് ചെയ്യാനും ഒക്കെ ഇത് സഹായിക്കും. പക്ഷെ ഞാനിത് ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. മെയിനായിട്ട് തിക്കായിട്ടുള്ള വളരെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉള്ള അഫക്റ്റഡ് ഏരിയകളിൽ മാത്രം ഇത് ഉപയോഗിക്കുന്ന ഒരു ക്രീമാണ്. ഹൈപ്പർ പിഗ്മെന്റേഷൻ, ആക്നെ, എക്സിമ അതുപോലെയുള്ള കുറച്ച് സ്കിൻ കണ്ടീഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഡിറ്റേറ്റഡ് പ്രോഡക്റ്റ് മാത്രമാണിത്. അത് മനസ്സിലാക്കി വേണം നമ്മളത് ഉപയോഗിക്കാൻ. ഇത് ഉപയോഗിച്ചുകൊണ്ട് വെയിൽ കൊള്ളാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഈ ക്രീം ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അത് അങ്ങനെയല്ല ഉപയോഗിക്കുന്നത് എങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് തീർച്ചയായിട്ടും ഉണ്ടാവും. അത് മനസ്സിലാക്കി നമ്മളിപ്പോൾ ഒരു ക്രീം ഉപയോഗിക്കുമ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ്, അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ സൈഡ് എഫക്റ്റ്, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ. പിന്നെ എല്ലാവർക്കും ഇത് വർക്ക് ആവണമെന്നില്ല. ചിലരുടെ സ്കിൻ ഡാമേജ് സ്കിന്നാണോ അല്ലെങ്കിൽ സെൻസിറ്റീവ് ആണോ അതൊക്കെ അനുസരിച്ച് പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് മാത്രമേ ഉപയോഗിക്കാവൂ. ഗ്ലൈക്കോ-6 എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ ഹൈപ്പർ പിഗ്മെന്റേഷനോ കഴുത്തിനും കാൽമുട്ടിലും ഉള്ള കറുപ്പുകളൊക്കെ നമുക്കൊരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ റിസൾട്ട് കിട്ടും. പിന്നെ ഇത് പെർമനന്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരിക്കലും പെർമനന്റ് അല്ല. ഇത് ടെമ്പററി റിസൾട്ട് മാത്രമേ കിട്ടത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സ്കിന്നിലുണ്ടാകുന്ന ഈ കണ്ടീഷന് എന്താണോ അതിൻ്റെ ഒരു റൂട്ട് കാസ് കാണുമല്ലോ, അത് അനുസരിച്ചിരിക്കും. അതിനെ ട്രീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അത് പെർമനന്റ് ആയിട്ട് മാറത്തുള്ളൂ. അല്ലെങ്കിൽ സ്കിന്നിൽ ഉപയോഗിച്ചു എന്ന് വെച്ചിട്ട് ഒരിക്കലും ഒരു പെർമനന്റ് റിസൾട്ട് കിട്ടത്തില്ല. പിന്നെ നമ്മുടെ മൂക്കിന് ചുറ്റുമൊക്കെ ഉള്ള കറുപ്പ് മാറ്റാൻ വേണ്ടി ഈ ക്രീം ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഉപയോഗിക്കാം. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ്. എനിക്കും മെയിനായിട്ട് ആ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇപ്പം ഞാൻ ആ ക്രീം യൂസ് ചെയ്യുന്നില്ല. 1 വർഷക്കാലത്തോളം യൂസ് ചെയ്തതാണ്, ഇപ്പം യൂസ് ചെയ്യുന്നില്ല. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. എന്തിനെങ്കിലുമൊക്കെ കുറിച്ച് അറിയണം, എനിക്കറിയാവുന്നതാണ്. ഞാനത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഒരുപാട് കാലത്തെ ഗ്യാപ്പിന് ശേഷം വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കറക്റ്റ് രീതിയിൽ ട്രാക്കിൽ വന്നിട്ടില്ല. എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഫുൾ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ടിരിക്കാം. നിങ്ങൾ താല്പര്യമുള്ളവർ കയറി കണ്ടു നോക്കി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത്, ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കാൻ. അല്ലാതെ സെൻസിറ്റീവ് അല്ലെങ്കിൽ ഡാമേജ്, കുറച്ച് സ്കിൻ കണ്ടീഷനൊക്കെ മോശമാണ് എനിക്ക് എന്നുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടർ അഡ്വൈസോട് കൂടിയാണ് ഇത് ചെയ്യുന്നത് നല്ലത്. പിന്നെ ഞാൻ ഉപയോഗിച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളൊത്ത് ഷെയർ ചെയ്യുകയാണ്. അല്ലെങ്കിൽ എന്തൊരു കാര്യം ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളെ സ്കിന്നിന് ഇത് സ്യൂട്ടബിൾ ആണോ,
അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.